വിഷയം തന്നെയാണ്. ശ്രീ രാമേന്ദ്രനാണ് കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ രാമേന്ദ്രൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? പ്രതിപക്ഷത്തിന്റെ ആവശ്യം ഒരു വഴിക്ക് നിൽക്കുന്നു, കോടതിയുടെ നിലപാട് ഇന്ന് കോടതി വ്യക്തമാക്കുന്നു. അപ്പോൾ താങ്കൾ എന്താണ് അതിൽ പറയുന്നത്? സാറേ, അത് ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാല് നമ്മുടെ ഈ ഹലോ പറഞ്ഞോളൂ. നമ്മുടെ കോഴിക്കോട് നിന്ന് രാമേന്ദ്രനാണ്. നമ്മുടെ ഈ സ്വർണം കളവ് നടന്ന ആ സമയം മുതൽ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. ഇതില് തീട് പറയാണ്, ഒന്നാമത് കോടതി, രണ്ട് മാധ്യമങ്ങൾ, ഈ രണ്ട് വിഭാഗം ഇല്ലായിരുന്നെങ്കിൽ ഇത് എവിടെ എത്തില്ലായിരുന്നു, സത്യം പറയാണ്. അതുകൊണ്ട് തന്നെ ഇതിപ്പോ മാധ്യമങ്ങളും കോടതിയും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ടാണ് ഈ പൊളിറ്റീഷ്യൻസ് ഇതിൽ നിന്ന് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കയറിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. 29 കൊല്ലമായിട്ട് ശബരിമല പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. ശരിക്കും പറയുകയാണെങ്കിൽ അവിടെ ഉള്ള ധനം പൊതുവായിട്ട് ഉപയോഗിക്കുന്ന എങ്ങനെ വേണം, എന്ത് ചെയ്യാമെന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ക്ഷേത്രങ്ങളും ഇത് നമ്പർ 1 ക്രൈമാണ് നടന്നിരിക്കുന്നത്. നമ്പർ 1 ക്രൈമാണ് ഇത്. മാത്രം ഒരു മലയുടെ ഒരു അറ്റം, മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമേ എത്തിയിട്ടുള്ളൂ. ഇത് എന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കോടതിയും ഇടപെട്ടിട്ട് അങ്ങോളം ഇങ്ങോളം അന്വേഷണത്തിന് ഇതൊരു തീർപ്പുണ്ടാക്കണം. ഭക്തജനങ്ങളുടെ ഒരു ആവശ്യമാണിത്. അല്ലാതെ ഇതിന്റെ ഇടയ്ക്ക് ഇതിപ്പോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടി മാറിക്കും, അവരുണ്ടാവില്ല. പിന്നെ നോക്കിക്കോ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ ഇതിനൊക്കെ ചൂട് കുറയും, ഇതിനോടുള്ള താല്പര്യം കുറയും. അപ്പോഴും ബാക്കി ഉണ്ടാവുക മാധ്യമ പ്രവർത്തകരും മാധ്യമവും കോടതിയായിരിക്കും ഉണ്ടാവും. അതുകൊണ്ട് മാധ്യമം ഒരിക്കലും ഇതിൽ നിന്ന് പിന്നോട്ട് പോകരുത്. എത്രയും എങ്ങനെയെങ്കിലും ഇതിനെ പിടിച്ചു നിർത്തി ഇതിന്റെ തുമ്പുമാലും കണ്ടെത്തണം എന്നൊരു അഭിപ്രായമാണ് എനിക്ക് ഇതിനുള്ളത്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ രാമേന്ദ്രൻ. ശ്രീ ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ചന്ദ്രൻ നായർ, താങ്കൾക്ക് പറയാം. കിരൺ സാർ, ഈ വിഷയത്തിൽ അന്വേഷണം വിപുലീകരിക്കുന്നതിനും വേഗത്തിലാക്കുന്നതിനും വേണ്ടി കൂടുതൽ ഉദ്യോഗസ്ഥരെയും നിയമിച്ചിരുന്നു. എന്നാൽ കോടതി ഇപ്പൊ പറയുന്നത് സങ്കീർണമായ ഒരു കേസായതുകൊണ്ട് വീണ്ടും കുറച്ച് സമയം കൂടെ നീട്ടിക്കൊടുക്കാം. അത് കാരണം കൊണ്ട് ആര് ജാമ്യത്തിൽ ഇറങ്ങിയാലും അവർ രക്ഷപ്പെടില്ല, അവര് എപ്പോഴായാലും അത് പ്രതിസ്ഥാനത്ത് തന്നെ അവരുണ്ടാവും എന്നുള്ള രീതിയാണ് കോടതി പറയുന്നത്. ഈ സാഹചര്യത്തിൽ കേസിന്റെ അന്വേഷണം ഒരുവിധം നല്ല രീതിയിൽ തന്നെയാണ് സാർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ജയരാജാണ് മലപ്പുറത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ജയരാജ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? കോടതി പറയുന്നു അന്വേഷണം ശരിയായ ദിശയിലാണ്, കുറ്റപത്രം വൈകുന്നതൊന്നും ഒരു വിഷയമേ അല്ല എന്ന് പറയുന്നു. പ്രതിപക്ഷം പറയുന്നു അങ്ങനെയല്ല, ഇവർ SITയെ സ്വാധീനിച്ച് ഈ സർക്കാർ കേസ് അട്ടിമറിക്കുകയാണ് എന്നൊക്കെ പറയുന്നു. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? നമസ്കാരം സാറേ. നമസ്കാരം. മനസ്സാറ് ലീവാണോ സാറേ? മനസ്സാർ എത്തും ഉടനെ അന്വേഷിച്ചായിട്ട് പറയുന്നുണ്ട്. പറയാം. പിന്നെ സാറ് ചോദിച്ച വിഷയം തീർച്ചയായിട്ടും ഹൈക്കോടതി ഇന്ന് പച്ച മലയാളത്തിൽ നമ്മോട് പറഞ്ഞില്ലേ, നല്ല രീതിയിലാണ് അന്വേഷണം പോകുന്നത്. SITനെ ആവിശ്വസിക്കേണ്ട കാര്യമില്ല, നല്ല രീതിയിൽ ഉള്ള പുരോഗമനം അന്വേഷണത്തിനുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ കോടതിയെ വിശ്വസിക്കുക. അല്ലെങ്കിൽ നമുക്കതിനെ എന്താ പറയാ, ഇങ്ങനെ ഊഹാപോഹങ്ങൾ ഇങ്ങനെ ചർച്ച നടത്തി പോവാന്നല്ലാതെ ഇതിന്റെ വ്യക്തമായ ഒരു കാരണം പോലും എന്താ പറയാ ആർക്കും അറിയില്ല. SITയും കോടതി അല്ലാതെ വേറൊരു കുട്ടിക്ക് ഇതിന്റെ എന്താണ് കാരണം എന്നറിയില്ല. പിന്നെ ഊഹാപോഹങ്ങളാണ് ചർച്ച നടത്തുന്നത്. പിന്നെ ഒരു മുതൽ കണ്ടെടുത്തെന്ന് പറഞ്ഞാൽ തന്ത്രിയുടെ വീട്ടിൽ നിന്ന് മാത്രമാണ്, അല്ലേ? അപ്പൊ നമ്മൾ ഇങ്ങനെ കോടതിനെ പരിപൂർണമായി നമുക്ക് വിശ്വസിക്കുക, അതുപോലെ SITനെ വിശ്വസിക്കുക. നല്ല രീതിയിലെ അന്വേഷണം, അത് ഒരു ദിവസമോ 2 ദിവസമോ 10 ദിവസം കൊണ്ട് നടക്കുന്ന അന്വേഷണം അല്ലല്ലോ, എത്രയോ വർഷത്തെ അന്വേഷണമാണ്. അപ്പോൾ ജാമ്യം കിട്ടിയതൊക്കെ അതൊക്കെ കുറ്റപത്രം കൊടുക്കുമ്പോൾ അവർക്ക് അഴി എണ്ണേണ്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും അഴി എണ്ണിയിരിക്കും. കോടതിനെ ഉസ്മാനാണ് കായംകുളത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ഉസ്മാൻ, താങ്കൾക്ക് പറയാം. സാറേ, ഞാൻ കായംകുളത്ത് വിളിക്കാന്നേ. ഈ പിന്നെ BD സതീശൻ കിടന്നുകൊണ്ട് ഈ വെപ്രാളം പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ അന്വേഷണം SITയുടെ അന്വേഷണം ഹൈക്കോടതി അംഗീകരിച്ചതാണ്, അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാണ്ട് ഇദ്ദേഹം കിടന്നിട്ട് ഈ നിയമസഭയിൽ കിടന്നിട്ട് ഈ ബഹളോ കാര്യങ്ങളോ ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടുണ്ട് 100 സീറ്റ്, മറ്റേ BD സതീശൻ പറഞ്ഞ് 100 സീറ്റ് കിട്ടില്ലെങ്കിൽ ഞാൻ പിന്നെ ഇത് വനവാസത്തിന് പോകുമെന്ന്. ഇതിപ്പോ വനവാസത്തിന് പോകേണ്ട കാര്യമാണ് ഇപ്പൊ നടക്കാൻ പോകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.